നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീൻ സൂപ്പർ താരമായ അലജാൻഡ്രോ ഗർണാച്ചോ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ്. കഴിഞ്ഞ സീസണിൽ ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. മാത്രമല്ല കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തിയ അർജന്റീന ടീമിന്റെ ഭാഗമാവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് എന്നത് ശരിയാണ്. പക്ഷെ താരം അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യമായി പങ്കെടുത്ത മേജർ ടൂർണമെന്റിൽ തന്നെ കിരീടം നേടാൻ കഴിഞ്ഞു എന്നത് ഗർണാച്ചോക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഏതായാലും കിരീടം നേടിയതിനു ശേഷം വെക്കേഷനിലേക്ക് പ്രവേശിച്ച ഗർണാച്ചോ ആദ്യം തന്നെ ചെയ്ത കാര്യം ഒരു ജയിൽ സന്ദർശിച്ചു എന്നുള്ളതാണ്. അമേരിക്കയിലെ ഷിക്കാഗോയിൽ സ്ഥിതി ചെയ്യുന്ന ജോലിയറ്റ് കറക്ഷണൽ സെന്റർ എന്ന ജയിലാണ് ഈ ഒരു സൂപ്പർ താരം സന്ദർശിച്ചിട്ടുള്ളത്. ഇതിന് ഒരു കാരണവുമുണ്ട്. അതായത് സിനിമാ പ്രേമികൾക്കും സീരീസ് പ്രേമികൾക്കും ഒക്കെ വളരെയധികം സുപരിചിതമായ ഒരു സീരീസ് ആണ് പ്രിസൺ ബ്രേക്ക്. 2005 മുതൽ 2007 വരെയുള്ള കാലയളവിൽ 5 സീസണുകളായിക്കൊണ്ടാണ് പ്രിസൺ ബ്രേക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ ഒരു അമേരിക്കൻ സീരീസിന്റെ കടുത്ത ആരാധകനാണ് അലജാൻഡ്രോ ഗർണാച്ചോ. 5 തവണ ഈ സീരീസ് താൻ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഈയിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ ഗർണാച്ചോ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. മറ്റൊരു അർജന്റീൻ യുവ പ്രതിഭയായ വാലന്റീൻ കാർബോണിയും പ്രിസൺ ബ്രേക്കിന്റെ ഒരു കടുത്ത ആരാധകനാണ്. പ്രിസൺ ബ്രേക്ക് ചിത്രീകരിച്ചിരിക്കുന്നത് ഷിക്കാഗോയിലെ ഒരു ജയിലിൽ വെച്ചുകൊണ്ടായിരുന്നു. ആ ജയിൽ സന്ദർശിക്കാൻ വേണ്ടിയാണ് വെക്കേഷന്റെ തുടക്കത്തിൽ തന്നെ അലജാൻഡ്രോ ഗർണാച്ചോ സമയം കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം നേരെ ഗ്രീസിലേക്ക് പറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗ്രീസിലെ ഒരു ദ്വീപിലാണ് ഇപ്പോൾ അദ്ദേഹം വെക്കേഷൻ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അധികം വൈകാതെ തന്നെ അലജാൻഡ്രോ ഗർണാച്ചോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.